AD 1800 തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ സുവർണകാലം. അതിശക്തനായ ശ്രീ മാർത്താണ്ഡവർമ്മ അനന്തപുരി വാണിരുന്ന കാലം. സമ്പൽ സമൃദ്ധിയാൽ അനന്തപുരിയും അനന്തപത്മനാഭസ്വാമിയും ജ്വലിച്ചു നിന്നിരുന്ന കാലം. എന്നാൽ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് വിഘാതമായി ബ്രിട്ടീഷുകാർ എത്തുന്നു. കൊളച്ചൽ തുറമുഖത്തിനടുത്ത് വെച്ചുണ്ടായ അതിഘോര യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ച് തിരുവിതാംകൂർ സേന വിജയിക്കുന്നു. ശേഷം ശ്രീ മാർത്താണ്ഡവർമ്മ തിരുമനസ് രാജ്യം ശ്രീ പത്മനാഭന് മുന്നിൽ സമർപ്പിക്കുന്നു. തിരുവിതാംകൂർ രാജാക്കന്മാർ ഇനി മുതൽ പത്മനാഭദാസരായി രാജ്യം കാക്കണമെന്ന് ഉത്തരവിടുന്നു. അതുവരെ ഉണ്ടായിരുന്ന അമൂല്യമായ സമ്പത്ത് മുഴുവൻ പത്മനാഭന് സമർപ്പിക്കുന്നു. ആ സമ്പത്ത് മുഴുവൻ ക്ഷേത്രത്തിലെ നിധി നിലവറകളിലേക്ക് മാറ്റി. താന്ത്രിക വിധിപ്രകാരം പുറം ലോകത്തിന് മുന്നിൽ നിന്നും അവ മറയ്ക്കപ്പെടുന്നു. നിധിയെപ്പറ്റി പല പുരാതന രേഖകളിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും നിധിയെയും നിലവറയെയും ചുറ്റിപ്പറ്റി കേട്ടിരുന്ന പല കഥകളും ഭയാനകമായിരുന്നു. അതുകൊണ്ടൊക്കെ ആകാം ആ നിധി ആരാലും കൈക്കലാക്കാൻ കഴിയാതിരുന്നത്. നാഗത്തന്മാർ കാവൽ നിൽക്കുന്ന നിലവറ മുഖം കടന്ന് അകത്തെത്തിയാൽ സാക്ഷാൽ പഞ്ചമുഖനായ അനന്തൻ കാവൽ നിൽക്കുന്നു എന്നാണ് വിശ്വാസം. മാത്രമല്ല, നിധി കൈക്കലാക്കാൻ ശ്രമിച്ചാൽ ഭൂമി രണ്ടായി പിളരുമെന്നും രാക്ഷസ തിരമാലകൾ തിരുവിതാംകൂറിനെ വിഴുങ്ങുമെന്നും വിശ്വസിക്കപ്പെട്ടിരുന്നു. AD 2020 സുപ്രീം കോടതി വിധി പ്രകാരം ബി നിലവറ ഒഴികെ ബാക്കി എല്ലാ നിലവറകളും തുറക്കുകയും കോടാനുകോടി വിലമതിപ്പുള്ള നിധിശേഖരം കണ്ടെടുക്കുകയും ചെയ്യുന്നു. ഇതോടുകൂടി ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമെന്ന ഖ്യാതിയും വരുന്നു. സ്വദേശീയരും വിദേശീയരുമായ അനേകം തീർത്ഥാടകരും അനന്തപുരിയിലേക്ക് പ്രവഹിക്കുന്നു. എന്നാൽ ലോകത്തിൻ്റെ മറ്റൊരു കോണിൽ കൂറ്റൻ സ്ക്രീനിനു മുന്നിൽ ഈ വിവരങ്ങളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ലോകത്തിലെ തന്നെ പ്രബല ക്രൈം സിൻഡിക്കേറ്റുകളിലൊന്നായ സീ സിൻഡിക്കേറ്റിൻ്റെ തലവൻ ഇസക്കിയേൽ സോള. അയാൾ എന്താകും ഇനി മനസ്സിൽ കരുതുക? അതേസമയം ഹംഗറിയിലെ ബുഡാപെസ്റ്റ് ഇന്റർപോൾ ആസ്ഥാനം ഒരു കറുത്ത കാർ പ്രത്യക്ഷപ്പെടുന്നു. ആ കാറിനുള്ളിൽ നിന്നും ഒരാൾ പുറത്തേക്ക് ഇറങ്ങി മുന്നോട്ട് നടക്കുന്നു. അദ്ദേഹമാണ് ഫിൽ ഡോണവാൻ. അദ്ദേഹം ഒരു ഇന്റർപോൾ ഏജന്റാണ്. അമേരിക്കയിലെ ലോസ് വേഗാസിലാണ് ജന്മസ്ഥലം. സെക്യൂരിറ്റി ചെക്ക് പോയിന്റും റിസപ്ഷൻ ഡെസ്കും കടന്ന് അദ്ദേഹം ഉള്ളിലോട്ട് പോകുമ്പോൾ മുൻപ് തൻ്റെ സീനിയറായിരുന്ന ലൗറൈൻ മൗണ്ടിനെ ലിഫ്റ്റിനരികിൽ വെച്ച് കാണുന്നു. ലൗറൈന് മനോഹരമായ ഒരു ചിരി സമ്മാനിച്ച് ലിഫ്റ്റിലേക്ക് കയറിയ ഫിൽ ലിഫ്റ്റിലെ സീക്രട്ട് ചേംബറിൽ കയറി ഡാറ്റാ സെൻറ്റർ വിങ്ങിലേക്ക് പോകുന്നു. തൻ്റെ സീനിയറായ ഹൈസൽ ബെല്ലയെ കാണാനാണ് അദ്ദേഹം പോകുന്നത്. ഒടുവിൽ അദ്ദേഹം ബെല്ലയുടെ ചേംബറിൽ എത്തുന്നു. വാതിൽ നോക്ക് ചെയ്യുമ്പോൾ അകത്തേക്ക് വരാൻ ബെല്ല ആവശ്യപ്പെടുന്നു. ചേംബറിനുള്ളിൽ കടന്നതും ജനലരികെ നിൽക്കുന്ന ബെല്ലയെ കാണുന്നു. വെൽക്കം ബാക്ക് ഫിൽ. ബെല്ല ഫില്ലിനെ ഗ്രീറ്റ് ചെയ്യുന്നു. ഇത് ഹെയ്സൽ ബെല്ല, ഹംഗേറിയൻ ഇന്റർപോൾ ഏജന്റ്, കൂട്ടത്തിലെ ഏറ്റവും സമർത്ഥനായ ഓഫീസർ. ചതുരംഗത്തിലെ കരുക്കൾ നീക്കും പോലെ ഓരോ നീക്കങ്ങളും അളന്നു കുറിച്ച് നീക്കി ശത്രുക്കളെ തറപറ്റിക്കുന്നതിനാൽ ഡിപ്പാർട്ട്മെന്റിൽ ഇവരെ ദ ചെസ് മാസ്റ്റർ എന്നാണ് വിളിക്കാറ്. വീണ്ടും കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം ഫിൽ ബെല്ല ഷേക്ക് ഹാൻഡ് നൽകി ഫില്ലിനോട് പറഞ്ഞു. പറയൂ ബെല്ല, എന്താണ് നമ്മുടെ ഇത്തവണത്തെ അസൈൻമെന്റ്? ഫിൽ ചോദിച്ചു. മറുപടിയായി ബെല്ല പറഞ്ഞു തുടങ്ങി. ഫിൽ, നമ്മുടെ ഈ ലോകം നിയന്ത്രിക്കുന്ന 3 പ്രധാന നെക്സസുകൾ ആരൊക്കെയാണ് എന്ന് ഫില്ലിനറിയാമോ? സീ സിൻഡിക്കേറ്റും ഹീറോത്രോൺസും ബെക്കാർട്ടിൽസും അല്ലേ? യെസ്, ബെല്ല മറുപടി പറഞ്ഞു. ഇത്തവണ നമ്മൾ സീ സിൻഡിക്കേറ്റിനെ പൂട്ടാൻ പോവുകയാണ്.
അവരുമായി അടുത്ത ബന്ധമുള്ള ഒരു കൺസൈൻമെൻറ്റ് ഇന്നലെ ഞാൻ പിടിച്ചെടുത്തു. അതിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് എനിക്ക് ലഭിച്ചു. അവരിൽ ഏറ്റവും പ്രധാനികളിൽ ഒരാളായ സീ സിൻഡിക്കേറ്റിൻ്റെ സെക്കൻഡ് ഇൻ കമാൻഡ് പേഴ്സൺ. ഇതാ ഈ ഫയലിലുണ്ട് അയാളുടെ ജാതകം. ഇതും പറഞ്ഞ് ബെല്ല ഒരു ഫയൽ ഫില്ലിന് നേരെ കൊടുക്കുന്നു. ശരിക്കും ഇത് അയാളെക്കുറിച്ചാണോ? ഫിൽ അതിശയത്തോടുകൂടി ബെല്ലയോട് ചോദിക്കുന്നു. അതെ എന്ന് ബെല്ല ഉത്തരം പറയുന്നു. ശേഷം അവർ അത് വായിക്കുന്നു. ഫിജിയിലെ മൗണ്ട് തൊമാനിവി. അവിടെ ഒരു ഓപ്പൺ ജീപ്പിന് സമീപമുള്ള ഒരു ചെറിയ പാറയിൽ ഒരാൾ നിൽപ്പുണ്ട്. കയ്യിലെ ബൈനോക്കുലറിലൂടെ ദൂരേക്ക് നോക്കുകയാണ് അയാൾ. ബലിഷ്ഠമായ ശരീരം, കൂർമ്മത നിറഞ്ഞ കണ്ണുകളുമായി ആ നോക്കി നിൽക്കുന്ന അയാളാണ് എംഗലോ വിയേര, സീ സിൻഡിക്കേറ്റിൻ്റെ മാർക്സ്മാൻ, സോളയുടെ വലങ്കൈ, സെക്കൻഡ് ഇൻ കമാൻഡ് ഫോർ ദ സീ സിൻഡിക്കേറ്റ്. സാംബിയക്കാരനായ 45 വയസ്സുള്ള റിട്ടയർഡ് ആർമി പേഴ്സണൽ. പല പ്രധാന കമാൻഡോ ഓപ്പറേഷൻ ലീഡ് ചെയ്തവൻ. സുപ്രധാന എക്സ്ട്രാക്ഷൻ ഓപ്പറേഷൻസ് പ്ലാൻ ചെയ്ത സ്ട്രാറ്റജിസ്റ്റ്. അങ്ങനെ ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ കൃത്യമായി പൂർത്തീകരിക്കുന്ന ഒരാൾ. അയാൾ ഇപ്പോൾ എന്തു ചെയ്യുകയാവും?